FIR രജിസ്റ്റർ ചെയ്യും. FIR രജിസ്റ്റർ ചെയ്താൽ സർക്കാർ ജോലിയില്ല, പ്രൈവറ്റ് ജോലി പോലും കിട്ടില്ല. ഒരു കോർപ്പറേറ്റ് കമ്പനി എടുക്കാറില്ല. അവർക്ക് എല്ലാം ഉണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് ഒരു 100 മീറ്റർ പോലും ഇല്ലല്ലോ ഇവിടെ വരാൻ. കേരളത്തിൽ നടക്കുന്ന ഒരു പ്രശ്നത്തിൽ ഇവരാരും എന്താ പ്രതികരിക്കാത്തെന്നുള്ള ഒരു വലിയൊരു വിഷമം തന്നെയാണ്. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയയിലേക്ക് സ്വാഗതം കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഡൽഹിയിലെ നീറ്റ് എക്സാമിനെ പറ്റിയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇത് ഭയങ്കരമായിട്ടും ഒരുപാട് മലയാളികൾ അവിടെ പോയിട്ടുണ്ട്. എല്ലാവരും അവിടെ പോയി എടുത്തു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒത്തിരി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്ക് കണ്ടാലും സഹിക്കത്തില്ല, പിള്ളേരെയൊക്കെ തല്ലുന്നതും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ. പക്ഷേങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതിൽ ഈ വിദ്യാർത്ഥികൾ മാത്രമാണോ കിടന്ന് ആ ഒരു ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട്? പല വിദ്യാർത്ഥികളും അവിടെ പ്രശ്നം നടക്കുമ്പം നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും, ഓരോ വീഡിയോയിൽ കൈ കൂപ്പുന്നുണ്ട്, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാണിക്കുന്നുണ്ട്. അതിലൊരു 30% കുട്ടികളും സത്യസന്ധമായിട്ട് അതിനകത്ത് അവർ ഈ ഒരു എക്സാമിൻ്റെ ഇതിനു വേണ്ടി അവർ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുക, ഒരു ബഹളമില്ലാതെ ശാന്തമായിട്ട് അവിടെ ഒരു പ്രതിഷേധം അവർ ഉണ്ടായിക്കൊണ്ടിരുന്നിടത്ത് ഇത്രയും വയലൻ്റ് ആയത് എങ്ങനെയാണെന്നുള്ളതാണ് പലരും ചോദിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കാണിക്കുന്നുണ്ട്, ഒത്തിരി കാര്യം വിദ്യാർത്ഥികൾ തന്നെ അല്ലാതെ അതിനകത്തോട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കുറേ ആൾക്കാർ വന്ന് കയറുന്നത്. ഇപ്പോൾ നിങ്ങൾ ഓർക്കും ഞാൻ ഇതിനെതിരായിരിക്കുന്നു, ഒരിക്കലുമല്ല. സത്യസന്ധമായിട്ട് പഠിച്ച് വർഷങ്ങളോളം പഠിച്ച് അതിനു വേണ്ടി പ്രയത്നിച്ച് ഈ ഒരു എക്സാം എഴുതിയ ലക്ഷക്കണക്കിന് കുട്ടികളിൽ അത് അവരുടെ കഷ്ടപ്പാടിനെ പോലും വകവെക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അതിനെതിരെ തന്നെയാണ് നമ്മൾ, അല്ലാതെ അതിനെ സപ്പോർട്ട് ചെയ്ത് പറയുമൊന്നുമല്ല. പക്ഷേ ഈ കുഞ്ഞുങ്ങളെ വെച്ച് മുതലെടുക്കുന്നതായിട്ട് എനിക്ക് തോന്നി ഈ പല വീഡിയോകളും കണ്ടപ്പോഴത്തേക്ക്. കാര്യം പോലീസുകാരുടെ അടുത്തോട്ട് ചെന്ന് അവരുടെ കണ്ണിലേക്ക് പേപ്പർ സ്പ്രേ അടിക്കുക, അവരെ കല്ലെടുത്തെറിയുക, എന്നിട്ട് അതിൽ നിന്ന് അവരുടനെ ഈ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുക. പിന്നെ ഈ നെയിം ബോർഡ് പോലും ഇല്ലാത്ത പോലീസുകാരായിട്ടുള്ള കുറേ ആൾക്കാർ ഈ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാനും വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര ലഹള മാതിരിയാണ് നമുക്ക് തോന്നുന്നത്. എന്നത്തിനാണ് ഈ കുഞ്ഞുങ്ങൾ അവിടെ സമരം ചെയ്തുകൊണ്ടിരുന്നു, ആ കുട്ടികൾ ഇതിനു വേണ്ടി അവരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ആ സമരത്തിനിടയ്ക്ക് ഇതുപോലെ ഒരുപാട് ആൾക്കാർ ചെന്ന് ഇതിൻ്റെയൊക്കെ കഴിഞ്ഞിട്ട് മലയാളികളെല്ലാം പോയേക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ 6 വീഡിയോസ് ഒന്നും ഇതായിട്ട് പറയുന്നില്ല, പക്ഷേ ഇത് കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിക്കാം. അപ്പം ഞാൻ ഈ പറയുന്നതിൽ എന്നതെങ്കിലും സത്യങ്ങളുണ്ടോ ഇല്ലയോ നിങ്ങൾ തന്നെ പറയുക. നമുക്ക് ആദ്യം തന്നെ ശീതൾ പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കേട്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. പിന്നെ അതിനുമുമ്പ് ഒരു കാര്യം പറയാണ്, ഞാൻ ഒരു പാർട്ടിയും സപ്പോർട്ട് ചെയ്തല്ല സംസാരിക്കുന്നത്, ഒരു പാർട്ടിയും. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷമേ എന്നെ ചീത്ത വിളിക്കാവുള്ളൂ, കാണാതെ നിങ്ങൾ എന്നെ ചീത്ത വിളിക്കില്ലേ. കാര്യം ഞാൻ പറയുന്നത് എന്നെ നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ചീത്ത വിളിക്കുക. കാര്യം ഞാൻ ഇപ്പോഴും പറയുന്നു, ആ കുഞ്ഞുങ്ങൾ ആ ഒരു പ്രശ്നത്തിന് വേണ്ടി, കാര്യം അവിടെ ഇപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, എക്സാം കഴിഞ്ഞു, വീണ്ടും എക്സാം നടത്തി, അത് എത്രയും പെട്ടെന്ന് റിസൾട്ടും കിട്ടി, അതിൻ്റെ കാര്യങ്ങൾ നടന്നു, ബാക്കി പിള്ളേർ പഠിക്കാനും പോയി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് യാതൊരു വിലയുമില്ലേ എന്ന് ഞാനും ചോദിക്കുന്നുണ്ട്. അതിനുവേണ്ടിയും കൂടെയാണ് കുഞ്ഞുങ്ങൾ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്. രണ്ടാമത് ഈ എക്സാം വെച്ചപ്പോഴത്തേക്ക് ആദ്യം എഴുതി അത്രയും കുട്ടികൾ രണ്ടാമത് എഴുതിയിട്ടില്ല. അങ്ങനെ കാര്യം പിള്ളേർക്ക് അതിലുള്ള വിശ്വാസം പോയി കിട്ടി. ഈ ഒരു പരീക്ഷ എന്ന് മാത്രമല്ല, എല്ലാ പരീക്ഷയും ഇങ്ങനെ തന്നെയാണ്. അതൊക്കെ ഞാൻ പറയാം. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഇതിപ്പോൾ ഞാൻ പറയാനുള്ള പ്രധാന കാരണം എന്നാന്ന് ചോദിച്ചാൽ, അവിടെ പ്രശ്നം നടക്കുന്നുണ്ട്, അത് നമുക്കറിയാം, എല്ലാം നമുക്കറിയാം. പക്ഷേ ഇവിടുന്ന് കുറേ മലയാളികളും കുറേ സെലിബ്രിറ്റികളും പോയായിരുന്നു. അപ്പം അവരുടെ കണ്ടിപ്പെടാത്ത കുറച്ച് കാര്യങ്ങളും കൂടെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് ശീതൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടതിന് ശേഷം നമുക്ക് ബാക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയമല്ല ഇതിൽ. പക്ഷേ അവിടെ നടക്കുന്നത് രാഷ്ട്രീയമാണോ എന്ന് എനിക്ക് സംശയം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. എവിടെ തിരിഞ്ഞാലും അതിനെക്കുറിച്ചുള്ള വാർത്തകൾ മാത്രമേ കേൾക്കുന്നുള്ളൂ. എനിക്കിതല്ല അത്ഭുതം. പാറ്റ സമരം എന്തിനു വേണ്ടിയായിരുന്നു, എന്തിനു വേണ്ടിയാണ് അവർ അങ്ങനെ ഒരു പാറ്റ ജനതാ പാർട്ടി രൂപീകരിച്ചത്? അതെവിടെയോ നിൽക്കുന്നു. ഇപ്പോ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും സംഭവങ്ങളും വേറെ എവിടെയൊക്കെയോ നിൽക്കുന്നു. ഇത് പറയാൻ കാരണം വേറൊന്നുമല്ല, കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒട്ടാകെയായിട്ട് ചില അസ്വാഭാവിക ദൃശ്യങ്ങൾ നമ്മൾ കാണേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ഇന്നലെ വേടൻ ഒരു പാട്ടും പറച്ചിലും ഒക്കെ നടത്തുന്നത് കണ്ടു. കുറെ ആളുകളും കൂടെ ഉണ്ടായിരുന്നു. അവർ ഭയങ്കര പാട്ട് പറയുന്ന ഒരു രീതിയായിരുന്നു. എന്താണ് പറയുന്നത്? നമ്മുടെ പ്രധാനമന്ത്രി ചാണകം തീനിയടാ, അത് നമ്മുടെ വിധിയടാ, നമ്മൾ എന്ത് ചെയ്യാനടാ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ വരികൾ ഒരുപാട് സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് ഒരുപാട് ചിന്തിച്ചിരുന്ന് എഴുതി തയ്യാറാക്കി ഈണമൊക്കെ പകർന്ന വരികളാണെന്ന് തോന്നുന്നു. കഷ്ടപ്പെട്ടൊക്കെ പാടുന്നത് കേട്ടു. ഇവർ ഈ പറയുന്നത് എന്താണ്? യഥാർത്ഥ പ്രശ്നം എവിടെ കിടക്കുന്നു? എന്നിട്ട് കറുപ്പിന് എന്താടാ കുഴപ്പം? ഇതൊക്കെയാ ചോദിക്കുന്നത്. ഇത് എന്തുവാ അവിടെ നടക്കുന്നത്? നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതിലുള്ള പ്രതിഷേധത്തിന് വേണ്ടിയിട്ടാണ് അവിടെ എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടിയതെന്ന് പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം, അതായിരുന്നു അവരുടെ ഏക ആവശ്യം. ഇപ്പൊ ആവശ്യങ്ങൾ കൂടി വരുന്നുണ്ട്. പോലീസുകാർ മാപ്പ് പറയണം, പ്രധാനമന്ത്രി മാപ്പ് പറയണം, പാർലമെന്റിൽ ചർച്ചയ്ക്ക് വെക്കണം, വിദ്യാർത്ഥികളോട് മാപ്പ് പറയണം പ്രധാനമന്ത്രി. ഇങ്ങനെ ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇതിനിടയ്ക്ക് നമ്മൾ കാണാതെ പോകുന്ന എത്രത്തോളം കാഴ്ചകൾ ഉണ്ടെന്നറിയാമോ? ആദ്യം തന്നെ ഞാൻ പറഞ്ഞേക്കാം, ഞാനൊരു സംഖ്യയല്ല. ഇനി അങ്ങനെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, പറഞ്ഞ് ഞാൻ മടുത്തു. എങ്ങനെ വേണമെങ്കിലും കണക്കാക്കിക്കോ. ഒരുത്തൻ പാന്റിന്റെ സിബ് അഴിച്ച് കാണിക്കുകയാണ്.
വീഡിയോ പിടിക്കുന്ന സമയത്ത് പോലീസുകാരെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ ചെന്നപ്പോൾ അവൻ പാന്റിന്റെ സിബ് അഴിച്ച് ഇതൊരു വിദ്യാർത്ഥിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഈ സീതൾ പറഞ്ഞ കാര്യം ചെയ്തത് ഒരു വിദ്യാർത്ഥിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവരവിടെ ശാന്തമായിട്ട് അവർ സമരം ചെയ്തുകൊണ്ടിരുന്ന അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി. അപ്പം ഇങ്ങനെ കുറേ ആൾക്കാർ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പലതും കാണിക്കുന്നുണ്ട്, അവിടെ പലതും കാണിക്കുന്നുണ്ട്. ബാക്കി കൊണ്ട് നമുക്ക് സീതൾ പറഞ്ഞ് കേൾക്കാം. അങ്ങനെ പ്രതിഷേധിക്കുന്ന കുറെ എണ്ണം. പിന്നെ കേരളത്തിൽ വയനാട്ടിൽ നിന്ന് ഒരുത്തൻ അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ എന്തിനാണ് നാട്ടിൽ നിന്ന് ഇവിടേക്ക് വന്നത്, ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുകയാണ്, ഖുറാനിലെ ഏതോ ഒരു അധ്യായത്തിൽ പറയുന്നുണ്ട് അവസാന കാലത്ത് ഇങ്ങനെ പ്രാണികളും പാറ്റകളും ഒക്കെ നുഴഞ്ഞു കയറും, അത് ലോകാവസാനത്തിന്റെ ലക്ഷണമാണ്, അതുകൊണ്ട് ലോകാവസാനം നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് അവൻ വയനാട്ടിൽ നിന്ന് പായും ചുരുട്ടിക്കെട്ടി ഡൽഹിക്ക് വിട്ടിരിക്കുക. എന്തൊക്കെ കാണണം. അത് കൂടാതെ വനിതാ മാധ്യമ പ്രവർത്തകരെ ഈ പാറ്റ ജനതാ പാർട്ടിയിലെ പ്രവർത്തകരൊക്കെ കയ്യേറ്റം ചെയ്യുന്ന ഒരു കാഴ്ച അതും കാണേണ്ടി വന്നു. അവരെ കൊണ്ട് വാർത്ത കൊടുക്കാൻ സമ്മതിക്കുന്നില്ല, കാര്യങ്ങൾ പറയാൻ സമ്മതിക്കാതെ അവരുടെ കഴുത്തുൾപ്പെടെ പിടിച്ച് അമർത്തി അവരെ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച. നമ്മുടെ ട്രെയിനുകൾക്ക് കല്ലെറിയുന്നത്, നമ്മുടെ പൊതുമുതൽ നശിപ്പിക്കുന്നത്, പോലീസ് വാഹനങ്ങൾ നശിപ്പിക്കുന്നത്, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ. അതൊക്കെ ഇന്നലെ ഞാൻ സൂചിപ്പിക്കുകയും ചെയ്തു. അത് കൂടാതെ വേറെയും ചില സംഭവങ്ങളൊക്കെ അരങ്ങേറിയിട്ടുണ്ട്. നമ്മുടെ പട്ടാളക്കാരെ പച്ചയ്ക്ക് തെറി പറയുകയാണ് ഹിന്ദിയിൽ വിവരദോഷികൾ. പട്ടാളക്കാർ ആരാണ് ഉവേ? പാകിസ്ഥാൻ ഇന്ത്യയും തമ്മിൽ വലിയൊരു യുദ്ധം നടക്കാൻ പോകുന്നു, കടുപ്പത്തിലുള്ള ഒരു യുദ്ധത്തിന്റെ സാഹചര്യമായി എന്നൊക്കെയുള്ള ഒരു വിധത്തിൽ വരെ നമ്മുടെ രാജ്യം വന്നായിരുന്നു. ആ സമയത്ത് പോലും എല്ലാവരും കൈ രണ്ടും ചുരുട്ടി മുട്ടിന്റെ ഇടയിൽ വെച്ച് തിരികെ വെച്ചുകൊണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങിയല്ലോ. എന്തുറപ്പിലാണ്? നമ്മുടെ പട്ടാള വീരന്മാരുണ്ട് എന്ന ഉറപ്പിൽ, ഇന്ത്യ എന്ന രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ഉറപ്പിലാണ് അങ്ങനെ കിടന്ന് സമാധാനമായിട്ട് ഉറങ്ങിയത്. എത്രയോ വിധവകൾ ഉണ്ടാകുന്നു, എത്രയോ കുഞ്ഞുങ്ങൾക്ക് അച്ഛന്മാരില്ലാതെയാകുന്നു, അമ്മമാരില്ലാതെയാകുന്നു. ഈ പട്ടാളത്തിലേക്ക് ഈ യുദ്ധം നടക്കുന്ന സമയത്തൊക്കെ പട്ടാളക്കാർ എത്രയോ പേർ വീരമൃത്യു വരിക്കുന്നു. ആർക്ക് വേണ്ടിയാണ്? നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി. അവരെ പച്ചയ്ക്ക് തെറി വിളിക്കുന്നത് എന്താവശ്യത്തിനാണ്? നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ക്രമക്കേടുമായിട്ട് അല്ലെങ്കിൽ പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടുമായിട്ട് ബന്ധപ്പെട്ട് മിലിറ്ററിക്കാരെ തെറി വിളിക്കുന്നതിനാ. അതുകൂടാതെ ആർട്ടിക്കിൾ 370 തിരികെ കൊണ്ടുവരണം, കാശ്മീരിന് പ്രത്യേക പദവി പരിഗണിക്കണം, പ്രത്യേക പദവി നൽകണം. ഇതൊക്കെ എന്തിനാണ് ഇപ്പൊ പറയുന്നത്? സീതയ്ക്കും ശ്രീരാമനും ചീത്തവിളി, ഹിന്ദു ദൈവങ്ങൾക്ക് ആകമാനം ചീത്തവിളി. എന്താണ് കാര്യം? മനസ്സിലാകുന്നില്ല. അപ്പൊ ഇവരുടെ ഉദ്ദേശം എന്താണ്? ഇത് തന്നെയാണ് ഞാനും പറഞ്ഞത്. അവരുടെ ഉദ്ദേശം എന്താണ്? അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ഈ പട്ടാളക്കാരെയൊക്കെ ചീത്ത വിളിക്കേണ്ട കാര്യം തന്നെയാണ്. അവരെന്നെ ചെയ്താണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിൽ കുറച്ച് വിദ്യാർത്ഥികളുണ്ട്, അവർ സമരത്തിന് വേണ്ടി വന്നാണ്, അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ കുറേ പേര് മനഃപൂർവ്വം ആ ഒരു സമരം പൊളിക്കാൻ എന്ന പോലെ, അല്ലെങ്കിൽ അത് നശിപ്പിക്കാനായിട്ട് പൊതുമുതൽ നശിപ്പിക്കുക എന്നതൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. ഇപ്പോൾ അവിടെ കിടക്കുന്ന ഒരു പോലീസ് വണ്ടി നശിപ്പിച്ചാൽ അത് മോദിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടിട്ടേക്കുന്ന പോലീസ് വണ്ടിയൊന്നും അല്ലത്, നമ്മുടെ എല്ലാ നികുതി പണത്തിൽ നിന്ന് പോകുന്നൊരു സാധനമാണത്. എത്ര തോന്നി അത് നശിപ്പിക്കുന്നതിനൊരു മര്യാദയില്ല. ഇതൊക്കെയാണോ ഈ ഒരു സമരത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്? പൊതുമുതൽ നശിപ്പിക്കുക, ഇങ്ങനെയുള്ള ഒരു മാധ്യമ പ്രവർത്തകരെ അങ്ങനെ ഉപദ്രവിക്കുക, പട്ടാളക്കാരെ ചീത്ത വിളിക്കുക. ഇപ്പം നമുക്ക് പറയാം അവരുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ് അവർ പറയുന്നതെങ്കിൽ പറയാം, നമുക്ക് പറയാം അവർക്ക് ആ ഒരു ദേഷ്യം കൊണ്ട് പറയുന്നതെന്നൊക്കെ. പക്ഷേ ഈ പട്ടാളക്കാരൊക്കെ എന്നാ ചെയ്തു? അവർ നമ്മുടെ ഈ രാജ്യം കാക്കുന്നതാണോ അവർ ചെയ്ത തെറ്റ്? ഒരു ശകലം പോലും ഈ പ്രശ്നം എന്നതാണ് അല്ലെങ്കിൽ അവിടെ നടക്കുന്ന എന്നതാണെന്ന് പോലും അറിയാതാണ് കുറേ ആൾക്കാർ അവിടെ പോവുക, അവിടെ ചെല്ലുക, അവിടുത്തെ ബഹളങ്ങളൊക്കെ ഒന്ന് കാണുക, സന്തോഷിക്കുക. പിന്നെ അവിടെ കുറേ ഫുഡ് വന്നിട്ടുണ്ട്, ഇഷ്ടം പോലെ ഫുഡ് അവിടെ വന്നിട്ടുണ്ട്, ആ ഫുഡ് എടുത്ത് കഴിക്കുക. ഇതൊക്കെയാണ് അവിടെ ചെയ്തേക്കുന്നത്. എന്നാൽ അവിടെ ഡോക്ടേഴ്സ് ഉണ്ട്, അവർ കുറേ ആൾക്കാർ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാർ നടപ്പുണ്ട്. അവർ കുറേ ഡോക്ടേഴ്സ് ഉണ്ട്, അവിടെ വരുന്ന അവർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റി ചികിത്സിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ അവിടെ ആ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നുമല്ലാതെ ഒരു സൈഡിൽ നിന്ന് ഇതങ്ങ് ഭയങ്കര ഒരു ലഹള പോലെ ആക്കാൻ വേണ്ടി കിടന്ന് കാണിച്ചു കൂട്ടുന്നു. അതുപോലെ തന്നെ ഒരു വണ്ടിയുടെ ഡീസൽ ടാങ്കിനകത്തോട്ട് തീ കത്തിച്ചിടുന്നു. ആ കത്തിച്ചിടുന്ന ആളൊരു വിദ്യാർത്ഥിയൊന്നുമല്ല, നല്ല പ്രായമുള്ളൊരു മനുഷ്യനാണ്. വിദ്യാർത്ഥികളുടെ സമരം എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞുങ്ങളെ മുന്നിൽ നിർത്തി അവർക്ക് ആ ഒരു എക്സാമിന്റെ വിഷയമല്ല അവിടെ നടക്കുന്നത്. ബാക്കി കൂടെ നമുക്ക് കേൾക്കാം. കാണിക്കുന്നതെന്ന് അവർക്കൊരു പിടിയില്ല. സംഗതി ഇവരുടെ കൈവിട്ട് പോവുകയും ചെയ്തു. സമാധാനത്തെ ഇല്ലാതാക്കുകയാണ്. എന്തിനാണ് ഇവിടെ ഇങ്ങനെ ബഹളം നടത്തുന്നത്? ഇവിടെ പിന്നെ പരീക്ഷാ ക്രമക്കേട് നടന്നു, ശരിയാണ്. അത് നേരെ ചൊവ്വേ നടത്താൻ കഴിവില്ലാത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇരിക്കുന്നതെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക, ആ ഒരു ആവശ്യം ഉന്നയിക്കാം. അതിനപ്പുറമുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാം വെറുതെ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകാൻ വേണ്ടിയിട്ടാണ്, ഇവിടെ കലാപം അഴിച്ചുവിടാൻ വേണ്ടി മാത്രമാണ്. അത് ഏത് കൊച്ചു കുഞ്ഞിനാണ് അറിയാത്തത്? ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു വിസ്മയ മോഹൻലാൽ പ്രതികരിച്ചതിനെതിരെ. അതിനെ തുടർന്ന് ഒരുപാട് പേര് അതിനെതിരെ വിമർശനവുമായിട്ട് വന്നിട്ടുണ്ട്. നടൻ ടൊവിനോയുടെ വീട്ടിലേക്ക് ഇന്നലെ യുവാക്കൾ എല്ലാവരും വായ മൂടി കെട്ടി പ്രതിഷേധിക്കുന്നത് കണ്ടു. കാരണം ഇവിടെ ആവശ്യങ്ങൾക്കൊന്നും പ്രതികരിക്കാത്ത ആളുകളൊക്കെയാണ് ഡൽഹിയിലെ കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ വായ തുറന്നിരിക്കുന്നത്. എന്താണ് ഇതിന്റെയൊക്കെ ആവശ്യം? കുറേ സെലിബ്രിറ്റികൾ ഇവിടുന്ന് അവിടേക്ക് വെച്ച് പിടിച്ചിട്ടുണ്ട്, ഒരു കാര്യവുമില്ല. എന്താണ് സംഭവം ഇപ്പോൾ വന്നു ആർക്കും ഒരു പിടിയില്ല. അതല്ല ഞാൻ പറഞ്ഞത്, ഇവിടെ പാട്ട് ബഹളം വേടനൊക്കെ എന്തൊക്കെയോ കിടന്ന് പറയുന്നുണ്ട്, അവർക്ക് ഒരു പിടിയില്ല. ഒരു പരീക്ഷയിൽ ക്രമക്കേട് നടന്നു അല്ലെങ്കിൽ ചോദ്യ പേപ്പർ ചോർന്നു, അതിനുടനെ ആക്ഷൻ എടുത്തില്ലേ?
അന്വേഷണം നടത്തിയില്ലേ? ആളുകളെ അറസ്റ്റ് ചെയ്തില്ലേ? പരീക്ഷ വീണ്ടും നടത്തിയില്ലേ? അതിന്റെ റിസൾട്ടും വന്നില്ലേ? CBI അല്ലേ അന്വേഷണം ഏൽപ്പിച്ചത്? തിരുത്തൽ നടപടികളൊക്കെ സർക്കാർ കൈക്കൊണ്ടില്ലേ? അതിനെതിരെ നമ്മൾ ഇങ്ങനെ കിടന്ന് ചെയ്തിട്ട് കാര്യമുണ്ടോ? നീറ്റ് പരീക്ഷ ടോപ്പ് സ്കോറർ തന്നെ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, ആ പയ്യൻ ഇങ്ങനെ കിടന്ന് പ്രക്ഷോഭം നടത്തുന്ന സമയത്ത് ഇരുന്ന് പഠിക്കാമല്ലോ, എന്താണ് ഇതിന്റെ ആവശ്യമെന്ന്. അത്രേ ഉള്ളൂ. സമരമൊക്കെ ആകാം, പക്ഷെ ആ സമരം കാണുമ്പോൾ നമുക്കൊരു വേദന തോന്നണം. കഷ്ടങ്ങൾ എന്നൊരു തോന്നലെങ്കിലും ഉണ്ടാവണം. പക്ഷെ നമുക്ക് ഇവരോട് സഹതാപവും പുച്ഛവും അമർഷവും കലർന്ന ഒരു വികാരമാണ് തോന്നുന്നത്. എന്തിനാണ് ഇങ്ങനെ എന്തുമാത്രം രൂപയുടെ പൊതുമുതലാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? കുറെ എണ്ണങ്ങൾ ഒരു രസത്തിന് ഇവിടുന്ന് ഇതൊക്കെ കാണാനും അതിൽ പങ്കാളിയായാൽ എന്തോ വലിയ സംഭവമായി മാറുമെന്ന് വിചാരിച്ച് വണ്ടി കയറുന്നവരുണ്ട്. എന്താണ് കാര്യമെന്നൊന്നും ആർക്കും അറിയില്ല. ജോൺ ബ്രിട്ടാസ് ഇന്നലെ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടോ, ഒരു സെൽഫി വീഡിയോ എടുത്തിട്ടുണ്ട്. അതിൽ പറയുകയാണ്, ഒരു വിസ്മയമാണ്, എവിടെ നിന്നൊക്കെയാണ് ആളുകൾ ഇവിടേക്ക് ഓടിക്കൂടുന്നത്, ആഹാ നല്ല കളറായിട്ടുണ്ട്, എന്നിട്ട് അങ്ങയുടെ മുഖത്തൊരു ചിരി വരികയാണ്. അങ്ങനെയൊക്കെ സന്തോഷമാണ്. അവർക്കൊക്കെ ഇതല്ലേ ഒരു രസം അല്ലേ? അടി ബഹളം കുത്ത് ചവിട്ട്. ഈ മുതിർന്ന നേതാക്കൾക്കൊക്കെ എല്ലാം അടി കിട്ടുന്നതായിട്ട് നമ്മൾ കണ്ടു. ഇവിടുന്ന് പോയമാർക്കുമല്ലോ എല്ലാവരും അടി കിട്ടുന്ന സമയമാകുമ്പോൾ വലിയതേ ഉള്ളൂ. ഈ പിള്ളേർക്കാണ് അടി കിട്ടുന്നത് അത്രയും. ഇവരെ വിദ്യാർത്ഥികളെന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയാത്തത്. വിദ്യാർത്ഥികളുടെ സമര രീതി ഇതാണോ? പ്രതിഷേധിക്കേണ്ടത് ഇങ്ങനെയാണോ? ജനാധിപത്യ സമരം, ഒരു ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യപരമായി പ്രതിഷേധിക്കേണ്ടത് ഇങ്ങനെയാണോ? ഒരു കാരണവശാലുമല്ല. അവരുടെ ഒന്നും ഉദ്ദേശം പരീക്ഷാ ക്രമക്കേടുകൾ ഇല്ലാതെ ആക്കുക എന്നതല്ല, വിദ്യാർത്ഥികളുടെ ജീവിതം നല്ലപോലെ സംരക്ഷിക്കുക എന്നതല്ല, നന്നായിട്ട് ഇവിടെ വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടണം, ഇതൊന്നുമല്ല. അവരുടെ ലക്ഷ്യം വേറെ പലതുമാണ്. കറക്റ്റാണ്. അവരുടെ ഈ ഒരു ലക്ഷ്യം ഒന്നുമല്ല അതി വന്നേക്കുന്നത്. ഇതിൽ മറ്റെന്തൊക്കെയാണ് സംഭവിക്കുന്നത്. പക്ഷെ അതിന് ഒരിക്കലും ഞാൻ ആ കുഞ്ഞുങ്ങൾ സമരം ചെയ്തതിന് അവരെ ഒരിക്കലും എതിർക്കുന്നില്ല, അവരെ ഒരിക്കലും നെഗറ്റീവ് പറയുന്നുമില്ല. പക്ഷേ ഇതാണെന്ന് പറഞ്ഞ് കുറേ പേര് പോയി കിടന്ന് കാണിക്കുന്ന കാര്യങ്ങളെയാണ് ഈ പറയുന്നത് മൊത്തം. നമ്മൾ ഈ ഇവിടുന്ന് കുറേ മലയാളികൾ പോയായിരുന്നല്ലോ, ഒരുപാട് മലയാളികൾ പോയായിരുന്നു. അവരൊക്കെ അവിടെ ചെന്ന് ഭയങ്കരമായിട്ട് പാചകടിക്കുകയും ഭയങ്കര വാചകസർത്ത് നടത്തുകയും ഭയങ്കരമായിട്ട് ഇതിനൊക്കെതിരെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയായിരുന്നു. നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ നടക്കുന്നില്ലേ? നമ്മുടെ കേരളത്തിൽ ഇതുപോലുള്ള ചോദ്യപേപ്പർ ചോരുക, അതുപോലെ തന്നെ അവർക്ക് PSCയുടെ പ്രശ്നങ്ങൾ നടക്കുന്നു, ഈ അധ്യാപകർക്ക് ശമ്പളം കിട്ടാതിരിക്കുന്നു, എന്നതെല്ലാം കാര്യം ഒന്നും വേണ്ട. നമ്മുടെ ആശാ വർക്കറുടെ പ്രശ്നങ്ങൾ എത്രമാത്രം ഉണ്ടായിരുന്നു. ഒരു സെലിബ്രിറ്റിയും കണ്ടിട്ടില്ലല്ലോ അവിടെ സംസാരിക്കാനായിട്ട്. പിന്നെ ഇത് പറയുന്നതെന്നു ചോദിച്ചാൽ, നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേരമില്ലാതെ അയൽവക്കത്തെ വീട്ടിലെ വഴക്കെന്നാന്ന് പറഞ്ഞു വെച്ചാൽ അതിനെ പരിഹരിക്കാൻ പോകുന്ന പോലെ ഇരിക്കുന്നു ഈ ഒരു സംഭവം കണ്ടിട്ട്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നമ്മുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളാണ് നടക്കുന്നത്, തമ്മിത്തല്ലും വഴക്കും ബഹളവും എല്ലാം നടക്കുക. ഒരെണ്ണം തീർന്ന പോലത്തെ ഒരു അവസ്ഥ വരെ ആകുന്നുണ്ട്. എന്നിട്ടും അതല്ല, അപ്പുറത്തെ വീട്ടിലെ വഴക്കെന്നാന്ന് അന്വേഷിച്ചിട്ട് അതിന് പരിഹാരം പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കാൻ നടക്കുന്ന രീതിയാണ് എനിക്ക് തോന്നിയത്. ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനുള്ള നിയമ നടപടികൾ എടുത്തു, അറസ്റ്റ് ചെയ്തു, കുറച്ച് പേരെ പിടിച്ചു, അവർ ജയിലിലാണ്. ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടും ഇതിനെതിരെ ഭയങ്കരമായിട്ട് കിടന്ന് ഈ ബഹളം ഉണ്ടാക്കിയിട്ട് എവിടെ ചെന്ന് അവസാനിക്കാനാണ് ഇതൊക്കെ? ഈ പൊതുമുതൽ മൊത്തം നശിപ്പിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിക്കാവേ. ഇതിനൊക്കെതിരെയൊന്നും ആരും കണ്ടിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. മന്ത്രിസഭാ യോഗം നടക്കുമ്പോഴാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾ റോഡിലിഴങ്ങി സമരം നടത്തിയത്. റോഡിലിഴയവേ പല ഉദ്യോഗാർത്ഥികൾക്കും ബോധക്ഷയം വന്നു. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. റാങ്ക് ലിസ്റ്റ് നീട്ടുന്നല്ല, ഞങ്ങൾക്ക് അവകാശപ്പെട്ട 3200 ഒഴിവ് തരുന്നവരെ ഈ തെരുവിൽ കിടന്ന് മരിച്ചാലും ഞങ്ങൾ സമരം ചെയ്യും. 17-18 ദിവസമായി വീട്ടിൽ നിന്ന് ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഇവിടെ ഒരാൾ തിരിഞ്ഞു നോക്കാൻ പോലുമില്ല. ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും ഈ ഗതി ഇല്ലാതിരിക്കണമെങ്കിൽ ഞങ്ങൾ ഈ സമരം ശക്തമായിട്ട് മുന്നോട്ട് പോകും. നിയമനം വൈകുന്നതിൽ മണ്ണ് വാരി തിന്ന് പ്രതിഷേധിക്കുകയാണ്. ഹാൻസ് ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ഹാൻസ്, വേറിട്ട പ്രതിഷേധമാണ്. അവരുടെ ദുരിതം ഈ രീതിയിലാണ് അവർ പ്രതിഷേധത്തിലൂടെ കാണിക്കുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ അവിടെ പ്രതിഷേധം പുരോഗമിക്കുന്നത്? മണ്ണ് വാരി തിന്നാണ് അവർ പ്രതിഷേധം കാണിച്ചത്. ആരെയും കണ്ടില്ലല്ലോ, ഈ തുള്ളിച്ചാടി നടക്കുന്നവരെ ഒന്നും കണ്ടില്ലല്ലോ. ഇപ്പോഴും വന്ന് ഭയങ്കര ഇതെന്നറിയാവോ, ഈ ഡൽഹിയിലെ പ്രശ്നം കുറച്ച് സെലിബ്രിറ്റികൾ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അത് ഭയങ്കര ഇതായി, ആ ഒരു പ്രശ്നത്തിന് ഒരുപാട് ഇതായി, രാഷ്ട്രീയക്കാർ ഇടപെട്ടു. അപ്പോൾ പിന്നെ ചെല്ലുന്നവർക്ക് സോഷ്യൽ മീഡിയയിലും ന്യൂസിലുമൊക്കെ ഭയങ്കര ഫെയിം ആകാൻ തുടങ്ങി ആൾക്കാർ. അതുകൊണ്ടാണ് അവിടേക്ക് എല്ലാവരും ഓടിച്ചെന്നത്. അതാണ് കൂടുതലും ചെയ്തത്. പിന്നെ എല്ലാവരും പറയും, ഈ ചെന്നവർ പറയാൻ നിനക്ക് എന്താ യോഗ്യത, നീ വരയ്ക്കാത്തിരുന്ന് വളവള വെക്കുന്നല്ലേ ഉള്ളൂ നിൽക്കും. ഇങ്ങനെയൊക്കെ സഹായിച്ചിട്ട് എന്നാ കാര്യം? ഈ സ്വന്തം നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടില്ല എന്ന് കണ്ണടച്ച് വെച്ച് വേറൊരു കാര്യത്തിന് വേണ്ടി പോകുമ്പം അതിന് എന്നതാണ് പറയേണ്ടത്? ഇനി ഇത് കൂടാതെ വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനി ഇവിടുന്ന് പോയവർ മലയാളികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് ഭയങ്കരമായിട്ടും വലിയ ഷോ കാണിക്കാൻ വേണ്ടി അവരുടെ വണ്ടി നശിപ്പിക്കുവോ, അല്ലെങ്കിൽ പോലീസുകാർ വണ്ടി നശിപ്പിക്കുവോ, അവിടെ ഉള്ള കല്ല് വെച്ചെറിഞ്ഞതിലുമൊക്കെ ഫിംഗർ പ്രിൻറ്റ് ശരിക്കും എടുക്കുന്നുണ്ട്. അവിടെ ശരിക്കും അതിൻ്റെ നടപടിയൊക്കെ പോകുന്നുണ്ട്. അതിനെപ്പറ്റി പറയും, നമുക്കൊന്ന് കേൾക്കാം കേട്ടോ. പണി കിട്ടുന്ന ഏത് വഴി കൂടിയാണെന്നുള്ളത് അറിയാം. ഏട്ടാ, ഇന്നലെ നടന്ന CJP പ്രക്ഷോഭത്തില് ഒരുപാട് പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്, ഒരുപാട് പൊതുമുതൽ നശിപ്പിച്ചിട്ടുണ്ട്, കാറൊക്കെ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ആഫ്റ്റർ എഫക്ട് എന്തായിരിക്കും? നോക്കൂ, ഈ ടെക്നോളജി എന്ന് പറഞ്ഞാല് ഈ ടെക്നോളജി ആണല്ലോ ഈ പേപ്പർ ലീക്കിന് പ്രധാന കാരണം. ബട്ടൺ ക്യാമറ, പെൻ ക്യാമറ, ഒരുപാട് സംഭവം ടെക്നോളജിക്കലായി. അപ്പൊ ഇത് എല്ലാവർക്കും ഉണ്ടല്ലോ, സർക്കാരിന്റെ അടുത്തുണ്ടല്ലോ ടെക്നോളജി. CCTV ക്യാമറ ഉണ്ട്, വീഡിയോ വിഷ്വൽസ് ഉണ്ട്. ഇപ്പം ഇന്ന് രാവിലെ ഞാൻ ന്യൂസ് കാണുമ്പം പോലീസുകാരൊക്കെ ഫിംഗർ പ്രിന്റ് ശേഖരിക്കുകയായിരുന്നു വാൻഡലൈസ്ഡ് ആയ പോലീസ് വെഹിക്കിളിന്റെ.
ഓക്കെ, അവിടുന്ന് കല്ലുകളിൽ നിന്ന് ഫിംഗർ പ്രിന്റിൽ എടുക്കുക. ഫിംഗർ പ്രിന്റ് മാപ്പിങ്ങിന് വെക്കും, എല്ലാം ശേഖരിച്ചിട്ട് മാപ്പ് ചെയ്യും. എന്നിട്ട് CCTV വിഷ്വൽസ്, പിന്നെ പോലീസ് റെക്കോർഡ്സ്, ആധാർ വെരിഫിക്കേഷൻ, ഇതുവഴി ഈ ഫിംഗർ പ്രിന്റ്സ് ഒക്കെ എടുക്കും. എന്നിട്ട് നേരെ FIR രജിസ്റ്റർ ചെയ്യും. സ്ത്രീകളാണോ പിന്നെ വലിയവരാണോ എന്നൊന്നും പോലീസിനില്ല. ഫിംഗർ പ്രിന്റ് മാച്ച് ആയോ, നിങ്ങൾ പോലീസിന്റെ വണ്ടിയിൽ നിങ്ങളെ ഫിംഗർ പ്രിന്റ് ഉണ്ടോ, FIR രജിസ്റ്റർ ചെയ്യും. FIR രജിസ്റ്റർ ചെയ്താൽ സർക്കാർ ജോലിയില്ല, പ്രൈവറ്റ് ജോലി പോലും കിട്ടില്ല. ഒരു കോർപ്പറേറ്റ് കമ്പനി എടുക്കാറില്ല കേസില്ല ആൾക്കാരെ. ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷനിൽ പിടിക്കപ്പെടും. ഇന്ത്യക്ക് പുറത്തു പോകാൻ പറ്റില്ല, എപ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. എന്ത് ചെയ്യും? ഈ പരിപാടിക്കെല്ലാം പോകുന്ന കുട്ടികളുടെ ഭാവി അവതാളത്തിലാവും. അപ്പൊ ആരെങ്കിലും പോകാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അയച്ചു കൊടുക്കും. സർക്കാർ ഇപ്പം മിണ്ടാതെ ഇരുന്ന് തെളിവ് ശേഖരിക്കുകയാണ്. കാരണം നിയമത്തിന് തെളിവുകളാണ് പ്രധാനം, അല്ലാണ്ട് നിങ്ങളെ ഇമോഷൻസോ ഡയലോഗോ ഒന്നുമല്ല. അവർ തെളിവ് ശേഖരിക്കുകയാണ്. ഇതിന്റെ ഒക്കെ വീഡിയോ വിഷ്വൽസും ഫിംഗർ പ്രിന്റ്സും വീഡിയോ റെക്കോർഡിങ്സും മൊബൈൽ റെക്കോർഡിങ്സും ഒക്കെ സർക്കാരിന്റെ കയ്യിലുണ്ട്. പെട്ടാൽ പെട്ടത് തന്നെയാണ്, ഒരു രക്ഷയുണ്ടാവില്ല. കേട്ടല്ലോ, അവിടെ പോയി കിടന്ന് കാണിക്കുന്നവർ ഒന്ന് ചിന്തിച്ചോളുക. ഓരോ പൊതുമുതൽ നശിപ്പിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക, ഇവിടെ എന്നാ നമുക്കിട്ട് വരുന്ന പണി എന്നാന്നുള്ളത്. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും പറയുന്നു. ആ കുഞ്ഞുങ്ങൾക്കെതിരെ അല്ല, സമരം ചെയ്ത കുഞ്ഞുങ്ങൾക്കെതിരെ അല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. അവിടെ കിടന്ന് കാണിച്ച് കൂട്ടിയ പ്രശ്നങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇത് തന്നെയാണ് പറയുന്നത്. അവിടെ ആ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അല്ല, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളൊരിതാണ്. അവിടെ ഭയങ്കരമായിട്ട് അവിടെ ഒരു ലഹള ഉണ്ടാക്കുക, അവിടെ മുഴുവനും പ്രശ്നങ്ങളാക്കി മറ്റുള്ളവരെ കൂടെ. ഇത് ഞാൻ പറയട്ടെ, ഇവിടെ ഇപ്പോൾ കേരളത്തിൽ തന്നെയാണെങ്കിലും ആൾക്കാർ പോയത് എന്തുകൊണ്ടാണ്? അവരെ ഉപദ്രവിച്ചു, പോലീസുകാരടിച്ചു, അവർ ചോര ഒലിപ്പിച്ച് നടക്കുന്നു. ഇതൊക്കെ കണ്ടിട്ടല്ലേ പോയത്. അതൊക്കെ കണ്ട് സങ്കടം കൊണ്ടാണ് ഇവിടെ നിന്ന് കുറേ ആൾക്കാർ അങ്ങോട്ട് പോയത്. കാര്യം അവരോടൊപ്പം നിൽക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേങ്കിൽ അതിൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നെയിം ബോർഡ് ഇല്ലാത്ത, അതൊക്കെ ശരിക്കുള്ള പോലീസാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നെയിം ബോർഡ് ഇല്ലാത്ത പോലീസുകാർ നെയിം ബോർഡ് വെക്കാത്തതിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ഒരു ചൂട് കാരണമാണ്. ഒരു നെയിം ബോർഡ് വെക്കുന്നത് ചൂടുമായിട്ട് എന്നാ ബന്ധമിരിക്കുന്നു? ചൂട് കാരണമാണ് നെയിം ബോർഡ് വെക്കാത്തത്. അത് അവരെന്താ ഫുള്ളായിട്ട് മറയ്ക്കുന്ന ഒരു സംഭവമാണ് ഈ നെയിം ബോർഡ് എന്ന് പറയുന്നത്. അതൊരു ചെറിയൊരു ഇതല്ലേ, ഒരു പേരെഴുതി നമ്മുടെ പോക്കറ്റിൻ്റെ സൈഡിൽ വെക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. അത് വെക്കാനായിട്ട് നെയിം ബോർഡില്ല. അതാ പറഞ്ഞ്, ഇതിൽ ഒരുപാട് പേര് കയറി കിടന്ന് കളിക്കുന്നുണ്ട്. ഒരുപാട് പേര് ഈ ഒരു വിദ്യാർത്ഥികളെ മുൻനിർത്തി മറ്റുള്ളവരുടെ കണ്ണി പൊടിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് മനസ്സിലാകാതെ കുറേ ആൾക്കാർ അതിലേക്ക് ചെന്ന് കയറുന്നുണ്ട്. ഒരിക്കലും ആ വിദ്യാർത്ഥികൾക്കെതിരായിട്ടല്ല ഈ സംസാരിക്കുന്നത്. അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ എന്നാന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം ഓരോരുത്തരും പോയി കയറാനായിട്ട് അതിലേക്ക്. അതുപോലെ തന്നെ ലാത്തി ഇതിൽ ആണിയോ അങ്ങനെ എന്തൊക്കെ വെച്ച് അവരെ അടിക്കുക, അതൊക്കെ എനിക്ക് തോന്നുന്നില്ല പോലീസുകാരായിരിക്കും, തോന്നില്ല. അവരൊരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ അവരുടെ കയ്യിരിക്കുന്ന ലാത്തി അല്ലാത്ത സൈസാണ്. അതുപോലെ അവരുടെ യൂണിഫോം ഇട്ട് അതുപോലെ പതാക എടുത്ത് ഒരു ആള് തൂക്കുവോ നിലത്തിട്ടുവോ എന്നൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ചോദിക്കട്ടെ, ശരിക്കും ഒരു പോലീസുകാരനാണെങ്കിൽ ചെയ്യല്ല അങ്ങനെ. നമ്മുടെ ദേശീയ പതാകയാണത്. അതൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യല. അതൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ മറവിൽ മറ്റെന്നതോ നടക്കുവാണ് ചെയ്യുന്നത്. അതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. വല്ല പ്രയോജനമുണ്ട് ഇതിൻ്റെ എക്സാം? ഈ 22 ലക്ഷം പിള്ളേർ എഴുതിയതിൽ 19 ആദ്യം എഴുതിയ പിള്ളേർ രണ്ടാമത് ഈ എക്സാം വെച്ചപ്പം 19 ലക്ഷം പിള്ളേർ ഈ എക്സാം എഴുതിയിട്ടുള്ളൂ. കാര്യം ബാക്കി കുട്ടികൾക്ക് അതിൽ വിശ്വാസം ഇല്ലാതായി പോയി. കാര്യം അവരിനി അത് എഴുതിയിട്ട് കാര്യമില്ലാതെ. പക്ഷേ രണ്ടാമത് എഴുതി അതിന് റാങ്ക് കിട്ടി കൊച്ചാണ് പറഞ്ഞത്, അത് പഠിക്കാനായിട്ട് പോവാണ്, അടുത്ത ഇതിലേക്ക് അത് പോവുകയാണ് ചെയ്യുന്നത്. രണ്ടാമത് എക്സാം നടത്തി അതിൻ്റെ നിയമ നടപടികളും എടുത്തു. ഇതിൻ്റെ നിയമ നടപടികൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതിന് കുറ്റവാളികൾക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ 10 വർഷമാണ് ഇവരുടെ ശിക്ഷ വരുന്നത്. അതുപോലെ തന്നെ 10 ലക്ഷം രൂപയാണ് ഇവർക്ക് പിഴയും വരുന്നത്. ഇത് രണ്ടുമാണ് ഇവർക്ക് കൊടുക്കുന്ന ശിക്ഷയെന്ന് പറയുന്നത്. ഇത് നമ്മുടെ കേരളത്തിലും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോയ മലയാളികളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. നിങ്ങൾ പോയി ഓക്കെ എല്ലാം ചെയ്തു, അതൊക്കെ നല്ല കാര്യം തന്നെയാണ് നിങ്ങൾ ചെയ്തത്. അതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മുൻകൈ എടുക്കണം, എടുക്കണം, എല്ലാം ചെയ്യും. ഇവിടെ ഫ്ലൈറ്റായി പോയൊരു വരെയുണ്ട്, അവിടെ ചെന്നവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ ചുമ്മാ ടൂർ പോയ വഴിക്ക് തറിഞ്ഞ് അവിടോട്ട് കയറിയവരുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ പോകുന്നവരൊക്കെ നമ്മുടെ നാട്ടിൽ ഫ്ലൈറ്റിൽ ഒന്നും പോകണ്ട, ഒരു വണ്ടി വിളിച്ച് പോയാൽ മതി, ഒരു ബസ്സിൽ കയറി പോയാൽ മതി. ഇവരെ പോലെ കുറേ ആൾക്കാരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഇവരുടെ കാര്യങ്ങൾ, ഇവർ പറയുന്ന സങ്കടങ്ങളും കൂടെ ഒന്ന് കേട്ടു നോക്കുക. നമ്മൾ സഹായിക്കുമ്പം നമ്മൾ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണ്ടേ? അല്ലാതെ ഇവിടുന്ന് ഡൽഹി വരെ പോയി സപ്പോർട്ട് ചെയ്യാൻ കാണിച്ച മനസ്സിൻ്റെ ഒരു കുറച്ച് മതി ഇവരെ പോലെയുള്ളവരെ കൂടെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഇവർ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടു നോക്കുക നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ പറ, ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടവരാണോ ഇല്ലയോ എന്നൊന്ന് പറ. അവർക്ക് എല്ലാം ഉണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് ഒരു 100 മീറ്റർ പോലും ഇല്ലല്ലോ ഇവിടെ വരാൻ. കേരളത്തിൽ നടക്കുന്ന ഒരു പ്രശ്നത്തിൽ ഇവരാരും എന്താ പ്രതികരിക്കാത്തെന്നുള്ള ഒരു വലിയൊരു വിഷമം തന്നെയാണ്. ഇപ്പൊ എത്ര നാളായി സമരം തുടങ്ങിയിട്ട്? ഇന്ന് 18ാം ദിവസം. 18ാം ദിവസം. ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ? സർക്കാർ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഇവിടുന്ന് നീറ്റിന് വരെ ഇവിടെ നിന്നുള്ള നേതാക്കൾ അങ്ങ് ഡൽഹിയിൽ വരെ പോയിട്ടും
ഇവിടെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഈ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന നമ്മളെ ഈ 18ാമത്തെ ദിവസം പോലും തിരിഞ്ഞു നോക്കാത്ത സർക്കാരാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് അർഹതപ്പെട്ടാണ് നമ്മളൊക്കെ രാവും പകലും പഠിച്ച് നേടിയ റാങ്ക് ലിസ്റ്റുകളിൽ ഉള്ളവർക്ക് കൊടുക്കാതെ 10-50 ലക്ഷം രൂപ കൈക്കൂലി കൊടുക്കുന്നവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സർക്കാരാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോ CJP സമരത്തിൽ നമ്മൾ കണ്ടു സെലിബ്രിറ്റികളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഒരുപാട് അവരെ സപ്പോർട്ട് ചെയ്ത് പുറത്ത് വരുന്നത്. ഈ അങ്ങനെ അതുപോലുള്ള സപ്പോർട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷേ അത് ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കണ്ടേ? സർക്കാരിൽ നിന്ന് ഉള്ളവരെങ്കിലും തിരിഞ്ഞു നോക്കണമല്ലോ. കാരണം ഇവിടെ നിന്ന് ഡൽഹി പോകാൻ അവർക്ക് എല്ലാം ഉണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് ഒരു 100 മീറ്റർ പോലും ഇല്ലല്ലോ ഇവിടെ വരാൻ. പകലില്ലാതെ വളരെയധികം കഷ്ടപ്പെട്ട് പഠിച്ച് തന്നെയാണ് ഞങ്ങളെല്ലാവരും ഈ റാങ്ക് ലിസ്റ്റിൽ വന്നത്. ഞങ്ങളൊക്കെ ഒരു സ്വപ്നമാണ് ഈ ജോലി എന്ന് പറയുന്നത്. അപ്പം ദേശീയ തലത്തിലുള്ള ഈ ഒരു പ്രശ്നത്തിൽ ഇത്രയധികം ആൾക്കാർക്ക് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ഇത്രയും അടുത്ത് കേരളത്തിൽ നടക്കുന്ന ഒരു പ്രശ്നത്തിൽ ഇവരാരും എന്താ പ്രതികരിക്കാത്തെന്നുള്ള ഒരു വലിയൊരു വിഷമം തന്നെയാണ്. ഒരുപാട് സെലിബ്രിറ്റികൾ അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ടൊവിനോ തോമസ്, രഞ്ജിനി ഹരിദാസ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ. നമുക്ക് അങ്ങനെയുള്ള ഇത്രയും അടുത്ത് ഇങ്ങനെ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് പരിഹരിക്കാതെ ദൂരെയുള്ളതിനെ നോക്കി കാണുന്നതൊന്ന് ചിന്തിച്ചു നോക്കിയാൽ പോരെ. ഇത്രയുമേ ഞാനും എൻ്റെ വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത് അവർ പറഞ്ഞു കഴിഞ്ഞു. ഇത്രയുമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നിങ്ങൾ പറയുക, അവിടെ പോയി സഹായിച്ചതിനോ എടുത്തതിനോ ഒന്നും ഞാൻ എതിര് പറയുന്നില്ല. ആ വിദ്യാർത്ഥികളുടെ അവസ്ഥ നമുക്കറിയാം അതൊക്കെ. പക്ഷെങ്കിൽ നമ്മുടെ സ്വന്തം നാട്ടിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കും, അതിനെതിരെ ഒരു ചെറുതായിട്ട് പോലും സംസാരിക്കാൻ നിൽക്കാത്തവരാണ് ഇവിടെ അവിടം വരെ പോയി ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചേക്കുന്നത്. കാര്യം രഞ്ജിനി ഹരിദാസിനെ പോലെയുള്ളവരൊക്കെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സെലിബ്രിറ്റികളാണ്. അവരൊക്കെ എന്നതെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയ വന്ന് പറഞ്ഞാൽ അത് കേൾക്കാനും കുറേ ആൾക്കാർ കാണും. ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ കാണാൻ പോലും ആരും കാണത്തില്ല. നമ്മൾ ഇതിനൊക്കെ ചുമ്മാ ഇരുന്ന് ഒരു ചെറു വിരൽ ഇങ്ങനെ കുഞ്ഞായിട്ട് നനക്കുന്നതേ ഉള്ളൂ. ആരും ഇതൊന്നും മൈൻഡ് ചെയ്യാൻ കാണത്തില്ല. പക്ഷേങ്കിൽ ഇങ്ങനെയുള്ള ഈ രഞ്ജിനി ഹരിദാസിനെ പോലെ അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ ഫെയിമായിട്ട് നിൽക്കുന്ന പലരും ഇതിനൊക്കെതിരെ വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒരു സഹായമാകും. 10 പേരിലേക്ക് അതൊന്ന് ചെല്ലും. പക്ഷെ പോകുകയില്ല. കഴിഞ്ഞ ദിവസം തന്നെ കട്ടപ്പനയിലെ പ്രശ്നം വന്ന് എത്ര പേര് അതെടുത്ത് റിയാക്ട് ചെയ്തു. എത്ര പേര് ഇൻസ്റ്റയിലൊക്കെ നല്ലപോലെ സപ്പോർട്ടായിരുന്നു കേട്ടോ. യൂട്യൂബിലൊന്നും ആരും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ അപൂർവം കുറച്ച് യൂട്യൂബേഴ്സ് മാത്രമേ ഉള്ളൂ അതെടുത്ത് റിയാക്ട് ചെയ്തത്. ഫേസ്ബുക്കിലും നല്ലപോലെ ആൾക്കാർ അത് റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ഇൻസ്റ്റയിലും ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പം ഇവിടെ ഉള്ളവരെ കൂടി ഒന്ന് പരിഗണിക്കുക. നമ്മുടെ നാട്ടിലുമുണ്ട് ജീവിക്കാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്ന ആൾക്കാർ, പഠിച്ചിട്ട് ജോലി കിട്ടാതെ അവരെയൊക്കെ തഴഞ്ഞ് മാറ്റി നിർത്തിയേച്ച്, റാങ്ക് ലിസ്റ്റ് ഉള്ളവരെ പോലും മാറ്റി നിർത്തിയേച്ച് പൈസ മേടിച്ച് നിയമനത്തിൽ കൊണ്ടുവന്ന് അവർ സുഖമായിട്ട് ജോലി ചെയ്തിരിക്കുന്നു. കഷ്ടപ്പെട്ട് ഉറക്കം അടച്ച് പഠിച്ചവർ ഇതുപോലെ സമരപ്പന്തലിൽ ഇങ്ങനെ ഇരിക്കുന്നു. അതൊന്ന് ചിന്തിച്ച് നോക്കുക. അത്രയും ഞാനും ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചുള്ളൂ. ഇതിനെ കണ്ടപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവനവൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളും ഒന്നും പരിഹരിക്കാതെ തൊട്ടടുത്ത വീട്ടിലെ ചെന്ന് അവരുടെ സങ്കടങ്ങളിൽ പങ്കുചേർന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലാണോ അർത്ഥം ഇരിക്കുന്നത്. ബാക്കി നിങ്ങൾ ഊഹിച്ചെടുത്തോളൂ, ഞാൻ ഒന്നും പറയുന്നില്ല. എന്നാണേലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു. ഇതിനെ അനുകൂലിക്കുന്നവരും കാണും, പ്രതികൂലിക്കുന്നവരും കാണും. എന്നെ ചീത്ത വിളിച്ചാലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് എൻ്റേതായ ഒരു കാര്യം ഇത് പറയണമെന്ന് തോന്നിയോണ്ടാണ് വന്ന് പറഞ്ഞത്. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാമെന്നേ.